ആവണി ഭാഗം 2. വേണി തലയുയർത്തി നോക്കി. പുഞ്ചിരിയോടെ വാതിൽക്കൽ നിൽക്കുന്ന ശ്രീദേവിയമ്മ. നീലകണ്ഠന്റെ സഹധർമ്മിണി ശ്രീദേവി. അരുതുകുട്ടിയെ, വിവാഹം ഉറപ്പിച്ചതല്ലേ? അടുത്തയാഴ്ച ഇവിടേക്ക് വലതുകാൽ വെച്ച് കയറേണ്ടതാ. ഇപ്പൊ മോളിങ്ങോട്ട് പഴയ പോലെ കയറണ്ട. വേണി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. വേണി. ആ വിളി കേട്ട് വേണി വീണ്ടും അകത്തേക്ക് നോക്കിയതും കാണുന്നത് ശ്രീദേവിയമ്മ ചെവിക്ക് കഴുക്കുന്ന ആമിയെയാണ്. ഇനി പഴയതുപോലെ വേണിമോളെ പേര് ചൊല്ലി വിളിക്കാൻ പാടില്ല. നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ആമി? ഏട്ടത്തി അല്ലെങ്കിൽ ഏട്ടത്തിയമ്മ. ഇനി അങ്ങനെ വിളിക്കാവൂ. മനസ്സിലായോ കുട്ടി നിനക്ക്? സോറി അച്ഛമ്മേ, ഇനി വിളിക്കില്ല. എരിവ് വലിച്ച് ചുവന്ന ചെവി തിരുമ്മിക്കൊണ്ട് ആമി അച്ഛമ്മയോട് പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് വന്നതോടെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറുകളിൽ ഓരോരുത്തരായി അവിടെയുള്ളവർ കയറി. വേണി എന്ത് ചെയ്യണമെന്നറിയാതെ മടിച്ചു പുറകോട്ട് നിന്നു. ആമി വന്ന് അവളെ കൂടെ കൂട്ടി കാറിലേക്ക് കയറ്റി. ആമിയും വേണിയും കുട്ടിക്കാലം മുതലേ കൂട്ടുകാരാണ്. ഒരേ പ്രായക്കാർ. വടക്കെഴുത്തുകാരുടെ കാരുണ്യം കൊണ്ട് ആമി പഠിക്കുന്ന കോളേജിൽ തന്നെയാണ് വേണിയും പഠിക്കുന്നത്. ഇന്ന് വരെ അവരെ രണ്ടുപേരെയും അവിടെയുള്ളവരാരും വേർതിരിച്ച് കണ്ടിട്ടില്ല. കല്യാണത്തിന് വേണ്ടതെല്ലാം ആമി തന്നെയാണ് വേണിക്ക് തിരഞ്ഞെടുത്ത് കൊടുത്തത്. എഴുത്തി, ഇനി എന്തെങ്കിലും വേണോ? ആ വിളിക്കുന്നത് കേട്ട് വേണി ആമിയെ പകച്ചു നോക്കി. വേണിയുടെ നോട്ടം കണ്ട് ആമി ഒന്ന് ഇളിച്ചു കാണിച്ചു. എൻ്റെ പൊന്നുമോളെ ആമി, നീ എന്നെ ഏട്ടത്തിന്നൊന്നും വിളിക്കണ്ട. വേണി ആമിക്ക് മുമ്പിൽ കൈ കൂപ്പി തൊഴുതു. അതെങ്ങനെ ശരിയാവും? എൻ്റെ വലിയേട്ടൻ്റെ ഭാര്യ എനിക്ക് ഏട്ടത്തിയല്ലേ വേണിക്കൊച്ചെ? ആമി വേണിയുടെ താടിയിൽ പിടിച്ച് കുഞ്ചിക്കൊണ്ട് പറഞ്ഞു. വല്യേട്ടൻ്റെ ഭാര്യ. ആമി പറഞ്ഞതിലവൾ അത്ര മാത്രമേ കേട്ടുള്ളൂ. വേണിയുടെ മുഖത്ത് പുഞ്ചിരി തത്തിക്കളിച്ചു. അവളുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. വടക്കെഴുത്തെ കാരുണ്യം കൊണ്ട് കാര്യസ്ഥൻ കൃഷ്ണൻ്റെ അമ്മയില്ലാത്ത ശ്രാവണിക്ക് അവിടുത്തെ കുട്ടികളോടൊപ്പം തന്നെ പഠിക്കാൻ അവസരം കിട്ടി. അഖില ചേച്ചിയും മഹിയേട്ടനും ഹരിയേട്ടനുമായിരുന്നു കൂട്ട്. അവർ സമപ്രായക്കാരാണ്. വിവാഹം കഴിഞ്ഞ് ഒത്തിരി വർഷം കുട്ടികളില്ലാതിരുന്ന ശ്രീധരനും ഭാര്യ സുമിത്രയ്ക്കും വഴിപാടും നേർച്ചയും കഴിച്ച് അതിലൂടെ പിറന്നതാണ് മഹി. മാസങ്ങളുടെ വ്യത്യാസത്തിൽ അഖിലേച്ചിയും പിറന്നു. സ്കൂളിൽ അവരെ ത്രിമൂർത്തികളെന്നാണ് അറിയപ്പെടുന്നത്. നാട്ടിലെ പഠിത്തം കഴിഞ്ഞ് ശ്രീധരനച്ഛൻ മഹിയേട്ടനെ ഉപരിപഠനത്തിനായി നാട് കടത്തി. പിന്നീട് മഹിയേട്ടൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ കോലത്തിലായത്. വ്യക്തമായ കാരണം എന്താണെന്ന് ആമിക്കും അറിയില്ല. മഹാദേവൻ എല്ലാവർക്കും മഹിയായപ്പോൾ ശ്രാവണിക്കവൻ അവളുടെ ദേവേട്ടനാണ്. ഇന്നുവരെ അവൾ ആ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല. ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് അവനെ നോക്കും. ദിവസേന അവൻ്റെ പേരിൽ തുളസിമാല കെട്ടി അവളുടെ കള്ളക്കണ്ണിന് നേദിക്കും. വേണിയുടെ മനസ്സിൽ ദേവേട്ടനോടുള്ള പ്രണയം അവളുടെ അച്ഛനും വേറൊരാൾക്കും കൂടി അറിയാം. അതല്ലാതെ സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരിയായ ആമിക്ക് പോലും അറിയില്ല. വേണി, നീ പെണ്ണേ, നീ ഇത് എന്താലോചിച്ചിരിക്കുക? വരുന്നുണ്ടോ നീ? എല്ലാവരും പുറത്തേക്കിറങ്ങി. ആമി വിളിച്ചു കേട്ടാണ് അവൾ ഓർമ്മയിൽ നിന്നും തിരികെ വന്നത്. വേണിയൊന്ന് ഞെട്ടി ആമിയെ നോക്കി. ഏത് സ്വപ്നലോകത്താണ് മോളെ നീ? എൻ്റെ വല്യേട്ടനെ സ്വപ്നം കാണുവാണോ? നീ ഇങ്ങനെ പോവാണെങ്കിൽ കല്യാണത്തിന് മുമ്പേ എൻ്റെ ഏട്ടൻ തുമ്മിച്ചാവും. ആമി കള്ളച്ചിരിയോടെ വേണിയോട് പറഞ്ഞു. വേണിയുടെ മുഖം നാണത്താൽ ചുവന്നു. ഓ എൻ്റെ വേണിക്കൊച്ചേ, ഇങ്ങനൊന്നും പോയി എൻ്റെ വല്യേട്ടൻ്റെ മുമ്പിൽ നിൽക്കല്ലേ. ഇപ്പം എനിക്ക് തന്നെ നിന്നെ കണ്ടിട്ട് കൺട്രോള് പോകുന്നു. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കാര്യമോ? ആമി നിലത്ത് കാലുകൊണ്ട് കളം വരച്ച് വേണിയെ കളിയാക്കി പറഞ്ഞു. അവൾ ആമിയുടെ കയ്യിൽ അടിച്ച് അവളെയും വലിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എല്ലാവരും കൂടി വേണിയെ അവളുടെ വീട്ടിലാക്കിയ ശേഷമാണ് തറവാട്ടിലേക്ക് പോയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ വേണി അവളുടെ ദേവനെയും സ്വപ്നം കണ്ട് നീക്കി. ഇന്നാണ് ശ്രാവണിയുടെയും മഹാദേവൻ്റെയും വിവാഹം. അഖില ഇന്നലെ രാത്രിയാണ് കുടുംബസമേതം കല്യാണം കൂടാൻ എത്തിയത്. മഹി ആരോടൊക്കെയുള്ള വാശിപ്പുറത്താണ് വേണിയുമായുള്ള വിവാഹത്തിന് സമ്മതം മൂടി. പക്ഷേ ഇപ്പോൾ എന്തോ അവനെ ഇതിലെല്ലാം നിന്നും പിന്തിരിപ്പിക്കുന്നു. തൻ്റെ വാശിയും വൈരാഗ്യവും തീർക്കാൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം തിരഞ്ഞെടുത്ത നശിച്ച നിമിഷത്തെ അവൻ പഴിച്ചു. ഇന്ന് വരെ താൻ അവളെ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കാനോട്ട് അവൾ നിന്ന് തന്നിട്ടുമില്ല. ആമിയുടെ കൂട്ടുകാരി, വടക്കെഴുത്തെ കാര്യസ്ഥൻ്റെ മകളല്ല. ഇവിടെയുള്ളവർക്കവൾ വെറും കാര്യസ്ഥൻ്റെ മകളെയല്ല, ആമിയെപ്പോലെ തന്നെ എല്ലാവർക്കും അവൾ പ്രിയങ്കരിയാണ്. തനിക്ക് മുമ്പിൽ എന്നും ഒളിച്ചു കളിക്കുന്ന
ഒരു കൊച്ചു പെൺകുട്ടി മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ വേണി. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ മഹിയുടെ തല പെരുക്കാൻ തുടങ്ങി. ഹരിയും അഖിലയും മുറിയിലേക്ക് കയറി വന്നു. അവൻ നിറകണ്ണുകളോടെ രണ്ടുപേരെയും വാരിപ്പുണർന്നു. വയ്യടാ, ഇതൊന്നും വേണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലോ? മഹി ഹരിയുടെ കയ്യിൽ പിടിച്ച് അവനോട് പറഞ്ഞു. നീ എന്ത് മണ്ടത്തരോ മഹി പറയുന്നേ? നിന്നെ പ്രതീക്ഷിച്ച് ഒരു പെൺകുട്ടി വിവാഹ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഈ കല്യാണം മുടങ്ങിയാൽ അതിൻ്റെ അവസ്ഥ എന്താകും? ഇനിയൊരു വിവാഹം ആ കുട്ടിക്കുണ്ടാവുമോ? വിളിച്ചുകൂട്ടിയ എല്ലാവർക്കും മുമ്പിലും ആ അച്ഛനും മകളും പരിഹാസപാത്രമാകില്ലേ? ഹരി മഹിയോട് ഒരു ശാസനയുടെ സ്വരത്തിൽ പറഞ്ഞു. അഖിലയും ഹരിയും ചേർന്ന് ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് അവനെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. മഹിയുടെ കൈകൾ അഖിലയുടെയും ഹരിയുടെയും കൈകളിൽ മുറുകി. അവൻ മണ്ഡപത്തിൽ കയറി മുന്നിലിരുന്ന സദസ്സിനെ വണങ്ങി പൂജാരി കാണിച്ച സ്ഥലത്ത് വന്നിരുന്നു. അച്ഛൻ്റെ കൈപിടിച്ച് മഹിക്ക് പിന്നാലെ മണ്ഡപത്തിലേക്ക് വന്ന വേണി അവൻ്റെ വാമഭാഗത്തായി ഇടം പിടിച്ചിരുന്നു. ചുവന്ന പട്ടിലവൾ ഒരു ദേവത തന്നെയായിരുന്നു. മഹി അന്ന് ആദ്യമായിട്ടാണ് അവളെ ശ്രദ്ധിച്ചത്. അവളുടെ സാന്നിധ്യം അവൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടി. മേളത്തിൻ്റെ അകമ്പടിയോടെ മഹി എണീച്ച മഞ്ഞ ചരടിക്കോർത്ത ഇത്തിരി പൊന്ന് അവളുടെ മാറോട് ചേർന്നു. അന്നേരം വേണിയിൽ ആകാശവും ഭൂമിയും ഒരുപോലെ കീഴ്പ്പെടുത്തിയ സന്തോഷമായിരുന്നു. അവൾ ആലിലെ താലിയിൽ ഒന്ന് തലോടി അതിൽ മുറുക്കി പിടിച്ചു. തൻ്റെ മരണം വരെയും ഒന്നിനു വേണ്ടിയും ഇത് വേർപ്പെടുത്തരുന്ന് അവൾ ഈശ്വരനോട് മനമുരുകി പ്രാർത്ഥിച്ചു. വിറയാർന്ന കൈകളോടെ മഹി ഒരു നുള്ളു കുങ്കുമം കൊണ്ട് വേണിയുടെ സീമന്തരേഖ ചുവപ്പിച്ചു. നിറക്കണ്ണുകളടച്ച് അവൾ ആ ചുവപ്പിനെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു. പൂജാരി പറഞ്ഞതെല്ലാം ബാറ്ററിയിട്ട് ചലിക്കുന്ന ഒരു പാവ പോലെ മഹി ചെയ്തുകൊണ്ടിരുന്നു. സദ്യയ്ക്ക് ശേഷം അവൾ നേരെ പോയത് വടക്കെഴുത്തേക്കായിരുന്നു. ശ്രീദേവിയമ്മ ആരതി ഒഴിഞ്ഞ് അരിയും പൂവുമിട്ട് അവരെ അനുഗ്രഹിച്ചു. സരസ്വതി നിലവിളക്ക് നൽകി. വേണി നിലവിളക്കും വാങ്ങി വലതുകാൽ വെച്ച് ആ വീട്ടിലേക്കും പുതിയ ജീവിതത്തിലേക്കും നിറഞ്ഞ മനസ്സോടെ കയറി. മധുരം കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞ് ആമി വേണിയെ മഹിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒട്ടും വൃത്തിയും വെടുപ്പുമില്ലാത്ത ഒരു മുറി. സിഗരറ്റ് കുട്ടികളും മദ്യത്തിൻ്റെ ഒഴിഞ്ഞ കുപ്പികളും കിടപ്പുണ്ട്. ഷെൽഫിൽ പൊടി പിടിച്ച കുറേ പുസ്തകങ്ങൾ. പലതിനെയും ചിതൽ തിന്നാൻ തുടങ്ങിയിരുന്നു. ആ വീട്ടിലെ എല്ലാ മുറിയും വേണിക്ക് പരിചിതമാണെങ്കിലും ഈ മുറിയിലോട്ട് തലയുയർത്തിപ്പോലും ഇന്നേ വരെ നോക്കിയിട്ടില്ല. ആമി വഴി അവളുടെ വല്യേട്ടനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിഞ്ഞപ്പോൾ ആദ്യം ആരാധനയാണ് തോന്നിയത്. പിന്നെ പിന്നെ എന്ത് പ്രണയത്തിൻ്റെ വിത്തുകൾ വേണിയുടെ ഉള്ളിൽ മുളപൊട്ടി. വേണി! ആമിയുടെ വിളിയാണ് ചിന്തകളിൽ നിന്ന് വേണിയെ ഉണർത്തിയത്. വേണി ആമിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്താണെന്ന അർത്ഥത്തിൽ പുരികമുയർത്തി. 4-5 വർഷത്തിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വല്യേട്ടൻ്റെ മുറി. ഒക്കെ അടുക്കും ചിട്ടയുമായി ഒതുക്കി വെക്കുമായിരുന്നു ഏട്ടൻ. ഈ മുറിയിൽ കയറി ഞങ്ങൾ എന്തെങ്കിലും എടുത്താൽ കൂടി ഏട്ടന് മനസ്സിലാകും. അത്രയ്ക്ക് വൃത്തിയും വെടിപ്പുമായിരുന്നു. പിന്നെ എന്താ എൻ്റെ ഏട്ടന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ മുറി സ്വന്തമായി വൃത്തിയാക്കാറില്ല. മറ്റാരെങ്കിലും ഒന്ന് വന്ന് വൃത്തിയാക്കാനോ ഇതിനകത്തേക്ക് കയറ്റാറോ ഇല്ല ഏട്ടൻ. ഇപ്പം എൻ്റെ പഴയ വല്യേട്ടന് ഒരു ഗുണവുമില്ല. വല്യേട്ടൻ്റെ ഒരു ഗുണവുമില്ല ആ മഹാദേവന്. പറയുന്നതിനൊപ്പം ആമയുടെ മിഴികൾ നിറഞ്ഞു. ആമയുടെ സങ്കടം കേട്ടതും വേണിയുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവളെ വേണി ചേർത്ത് പിടിച്ചു. നിന്റെ വല്യേട്ടനെ പഴയ പോലെയാക്കി നിനക്ക് ഞാൻ തിരികെ തരും. ഇത് നിന്റെ ഏട്ടത്തി തരുന്ന ഉറപ്പല്ല, മറിച്ച് നിന്റെ കൂട്ടുകാരി നിനക്ക് തരുന്ന വാക്കാണ്. വേണി ആമിയുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ച് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ആമി വേണിയെ ഇറുക്കി കെട്ടിപ്പുണർന്നു. വേണി കുളിച്ചിറങ്ങി ഒരു മുണ്ടെന്ന് എരിതു കൊടുത്തു. വേണിയും ആമിയും താഴേക്ക് ചെന്നപ്പോൾ അവിടെ മഹി നിൽപ്പുണ്ടായിരുന്നു. കറുത്ത ഷർട്ടും മുണ്ടുമാണ് അവൻ്റെ വേഷം. വേണി വന്നതോടെ മഹിയും വേണിയും മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി നിലവറയിലേക്ക് നടന്നു. കയ്യിൽ കരുതിയ തലത്തിൽ നിന്നും എണ്ണ വിളക്കിലേക്ക് പകർന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. ഇറങ്ങും മുമ്പ് അവിടെ വെച്ചിരുന്ന കുങ്കുമത്തിൽ നിന്നും കുറിച്ചെടുത്ത് മഹി വേണിയുടെ നെറുകയിൽ ചാർത്തി. അവൾ അത്ഭുതത്തോടെ മഹിയെ നോക്കി നിന്നു. നിലവറയിൽ നിന്ന് തിരികെ വന്ന മഹി എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. നേരം ഇരുട്ടിയിട്ടും മഹിയെ കാണാതെ വേണി നിരാശപ്പെട്ടു. ഏതൊരു പെണ്ണും ഒരുപാട് സ്വപ്നങ്ങൾ തെയ്തു കൂട്ടുന്ന രാത്രി. മഹിയെ കാത്തിരുന്ന് വേണി ഒന്നു മയങ്ങി. വാതി തുറന്ന് ആരോ അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് വേണി ചാടി എണീറ്റു. മദ്യപിച്ച് കുഴഞ്ഞാടി വരുന്ന മഹി
ആ കാഴ്ച അവളെ വല്ലാതെ നോവിച്ചു. ഇന്നെങ്കിലും കുടിക്കാതിരുന്നൂടായിരുന്നോ? അവളുടെ മനസ്സ് പരിഭവത്തോടെ മന്ത്രിച്ചു. അവൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. സ്തംഭിച്ചു നിൽക്കുന്ന വേണിയെ കണ്ടതും മഹിയുടെ മുഖത്ത് പുച്ഛത്തോടെയുള്ള ഒരു ചിരി വിരിഞ്ഞു. തമ്പുരാട്ടി ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ? ഈയുള്ളവൻ്റെ കുഞ്ഞുമുറിയിൽ തമ്പുരാട്ടിക്ക് വേണ്ട സൗകര്യമൊന്നുമില്ലേ? വേണിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആരെ കാണിക്കാനടി നിന്റെ ഈ പൂങ്കണ്ണീര്? എന്നെയോ? ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല. എന്നാലും ഞാൻ നിന്നെ സമ്മതിച്ചു. എങ്ങനെ ഇതൊക്കെ ഒപ്പിച്ചു? പ്രമാണികളും പ്രതാപികളുമായ വടക്കേ എഴുത്തുകാര് ഇവിടുത്തെ കാര്യസ്ഥൻ്റെ വീടുമായി സംബന്ധം കൂടി നീ നിന്റെ അച്ഛനും കൂടി എന്താടി കാണിച്ചത്? ഒന്ന് പറയടി, ഞാനൂടി അറിയട്ടെ. അവൻ പറയുന്ന ഓരോ വാക്കുകളും വേണിയുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. അവളെയും തൻ്റെ അച്ഛനെയും മഹി അപമാനിക്കുന്നത് കേട്ട് വിഷമത്തോടെ നിൽക്കാൻ മാത്രമേ വേണിക്ക് കഴിഞ്ഞുള്ളൂ. കുഴഞ്ഞാടി അവളെ തള്ളിമാറ്റി അവൻ കിടക്കയിലേക്ക് മലർന്നു കിടന്നു. വേണി അവനോടൊപ്പം കിടക്കയിലേക്ക് ഇരിക്കാൻ തുനിഞ്ഞതും അവൻ അവളെ തടഞ്ഞു. എന്നോടൊപ്പമല്ല, താഴെ കിടന്നാൽ മതി. അവൻ അതും പറഞ്ഞ് അവളെ വീണ്ടും താഴേക്ക് തള്ളിയിട്ടു. ഒരു തലയണയും ബെഡ്ഷീറ്റും അവൾക്ക് നേരെ നിലത്തേക്ക് എറിഞ്ഞു കൊടുത്തു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വേണി തറയിൽ പായ വിരിച്ച് കിടന്നു. കരഞ്ഞ് എപ്പോഴോ വേണി മയക്കം പിടിച്ചപ്പോൾ എന്തോ ചൂടുള്ള കൊഴുത്ത ദ്രാവകം അവളുടെ ദേഹത്തേക്ക് വീഴുന്നതായി വേണിക്ക് തോന്നി. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മഹി അവളുടെ ദേഹത്തേക്ക് ഛർദ്ദിച്ചതായിരുന്നു. വേണി ഒരു പിടപ്പോടെ എഴുന്നേറ്റ് മാറി. മഹി വീണ്ടും ബോധമില്ലാതെ കിടക്കയിലേക്ക് മറിഞ്ഞു. വേണി തറയെല്ലാം തുടച്ചു വൃത്തിയാക്കി. ബാത്റൂമിൽ കയറി കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി പുറത്തേക്ക് വന്ന് ഛർദ്ദിൽ മഹിയുടെ ഷർട്ട് മാറ്റി മുഖം വെള്ളം കൊണ്ട് തുടച്ചു കൊടുത്തു. കൊച്ചു കുട്ടികളെപ്പോലെ ഉറങ്ങുന്ന മഹിയെ കണ്ടപ്പോൾ വേണിക്ക് അവനോട് അതിയായ വാത്സല്യം തോന്നി. നെറ്റിയിൽ പാറിപ്പറന്ന് കിടന്ന മുടികൾ ഒതുക്കി മഹിയുടെ നെറ്റിത്തടത്തിൽ അവൾ ഒന്ന് ചുംബിച്ചു. രാവിലെ ഉണർന്നപ്പോൾ മഹിക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം, ഒപ്പം അസ്വസ്ഥതയും തോന്നി. മുറിയാകെ വല്ലാത്തൊരു മുഷിഞ്ഞ ഗന്ധം നിറഞ്ഞു നിന്നു. അതവനെ വീണ്ടും അസ്വസ്ഥനാക്കി. മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മഹി അങ്ങോട്ട് നോക്കി. വേണി ഒരു ഗ്ലാസ് അവന് നേരെ നീട്ടി. മഹി സംശയത്തോടെ വേണിയെയും ഗ്ലാസിനെയും മാറി മാറി നോക്കി. നാരങ്ങ വെള്ളമാണ്, കുടിച്ചോളൂ, അല്പം ആശ്വാസം കിട്ടും. വേണി തലകുനിച്ച് അവനോട് പറഞ്ഞു. വേണി ഒന്നുകൂടി നോക്കിയിട്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് വാങ്ങി. അവനത് കുടിക്കാൻ തുടങ്ങിയതും അവൾ മറു കയ്യിൽ കരുതി വച്ച റൂം സ്പ്രേ അടിച്ചു. മുറി ആകെ പനിനീർപ്പൂവിൻ്റെ നറുമണം നിറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം മഹിയുടെ ചുണ്ടിലൊരു ചിരി മിന്നി മറഞ്ഞു. അവളെ ഒന്ന് നോക്കി അവൻ ടൗലെടുത്ത് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് മഹി താഴേക്ക് വന്നതും ആവി പറക്കുന്ന കാപ്പി കിട്ടി. അവൻ ആ കാപ്പി കുടിക്കുന്ന നേരം കൊണ്ട് മുന്നിലേക്ക് വേണി ഇഡലിയും സാമ്പാറും തക്കാളി ചമ്മന്തിയും വിളമ്പി. കായത്തിൻ്റെയും എണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ചതിൻ്റെയും പിന്നെ വേറെ എന്തോന്നിൻ്റെയൊക്കെയും വല്ലാത്തൊരു സുഗന്ധം ആ മുറി ആകെ പരന്നു. ഇഡലിയിൽ നിന്ന് അല്പം മുറിച്ച് ചൂട് സാമ്പാറിലും തക്കാളി ചമ്മന്തിയിലും മുക്കി അവൻ വായിൽ വെച്ചതും മഹിയുടെ നാവിലെ രുചിമുകുളങ്ങൾ ഉണർന്നു. ഇതുവരെ തനിക്ക് പരിചയമില്ലാത്ത ഒരു രുചിയായിരുന്നത്. അതിൽ നിന്നും അവന് വ്യക്തമായിരുന്നു പുതിയ രുചിയുടെ ഉടമസ്ഥയെ. വർഷങ്ങൾക്ക് നിറഞ്ഞ സംതൃപ്തിയോടെ പതിവിൽ കൂടുതൽ അവൻ കഴിച്ചു. കഴിച്ചെഴുന്നേറ്റ് മഹി വേണിക്കൊരു പുഞ്ചിരി നൽകി. വേണിയിൽ ആ പുഞ്ചിരി ലോകം കീഴടക്കിയ സന്തോഷം നൽകി. അന്നത്തെ ദിവസം മുഴുവനും വേണി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. രാത്രി ഒരുപാട് വൈകിട്ടും മഹിയെ കാണാതെ വേണി വല്ലാണ്ട് പരിഭ്രമിച്ചു. പുറത്തവൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടതും വേണി ഓടിച്ചെന്ന് വാതി തുറന്നു. ഇന്നും കുടിച്ചു ബോധമില്ലാതെ 4 കാലിൽ തന്നെ. അവൻ്റെ ആ വരവ് വേണിയിൽ നോവുണർത്തി. വീഴാൻ പോയ മഹിയെ വേണി ചെന്ന് താങ്ങി. മഹി ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടിമാറ്റി. പക്ഷേ വേണി അവനെ ചേർത്ത് നിർത്തി മുറിയിലേക്ക് കൊണ്ടുപോയി. മഹിയെ കിടക്കയിലേക്ക് കിടത്തി. അപ്പോഴും മഹി എന്തൊക്കെയോ പെറുപിറുക്കുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ ചെവി മഹിയുടെ ചുണ്ടോടടുപ്പിച്ചു. മദ്യത്തിൻ്റെ ലഹരിയിൽ പലതും പറയുന്നുണ്ട്. പക്ഷെ ഒരു പേര് ആവർത്തിച്ചു പറയുന്നത് വേണി കേട്ടു നിന്നു. ആരാ എന്നുള്ള ചോദ്യം അവളെ. നന്ദ, അളക നന്ദ. തുടരും.